ദേശീയതയെ വിറ്റ് കാശാക്കുന്ന പണിയാണ് ബി ജെ പിക്കുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേടൻ്റെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസം ഏഴായാലത്തും ഇല്ലതാണ്. പഹൽഗാമിലെ ഭീകരാക്രമണം മോദി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ നാളത്തെ ചിലപ്പോൾ ടൈറ്റിലാന്നേ 2.5 ലക്ഷം കോടി അടിച്ചു മാറ്റി. ശബ്ദമില്ലാത്തവർ ജാതീയമായി താഴെപ്പോയവരാണെന്നാണ് വേടൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനാരാണ് കാരണക്കാർ? ഒരു ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന രാഷ്ട്രീയം ബി ജെ പിയുടേതാണോ കോൺഗ്രസിൻ്റെ? നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ചെറിയ കക്ഷിയൊന്നുമല്ല. ലോകത്തിലെ സകലരെയും ജാക്കറ്റ് കയ്യിലാക്കിയിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തിന് വലിയൊരു നേട്ടം കൊടുത്ത ഒരു മികച്ച പ്രധാനമന്ത്രിയെ വളരെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ എഴുത്ത് കണ്ടപ്പം സത്യത്തിൽ ദേഷ്യം വന്നു. ഇന്ത്യയിലെ 2 പ്രൈം മിനിസ്റ്റർ കൊല്ലപ്പെട്ടത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടും കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ആണെന്ന് മറ്റൊരാൾ പറഞ്ഞാൽ ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരന് ഉത്തരം കൊടുക്കാൻ പറ്റാതായി. റോബർട്ട് വദ്രയെ എത്രയും പെട്ടെന്ന് രാഹുൽ ഗാന്ധി ACC ഓഫീസിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് ചെവുക്കല്ലെത്തിച്ച് 2 അടിയാണ് കൊടുക്കേണ്ടത്. അപ്പം എനിക്ക് സിനിമയിൽ പ്രോജക്റ്റുകളുണ്ട്, അഭിനയിക്കാൻ പ്രോജക്റ്റുകളുണ്ട്, ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല. പലർക്കും പറയുന്ന അഡ്വാൻസ് മേടിച്ചിട്ട് സമയം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം വരെയും ഫിനാൻഷ്യലി വലിയ കുഴപ്പമില്ലാത്ത വർക്കുകൾ എനിക്ക് വരുന്നുണ്ടായതുകൊണ്ട് ഞാൻ ചിന്തിച്ചു ജീവിതത്തിൽ ജീവിക്കാൻ പൈസ വേണം. ഇപ്പോൾ എത്രയോ പേരെ സഹായിക്കുന്നുണ്ട്, എത്രയോ പേർക്ക് ഞാൻ മൂലം പ്രയോജനം ഉണ്ടെന്നുള്ള കാര്യം എനിക്കും അവർക്ക് മാത്രം അറിയാം. എൻ്റെ അച്ഛന് ക്യാൻസർ വരുന്നു. പണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ നെട്ടോട്ട് ഓടിപ്പോയേനെ. ഇന്നിപ്പം നമുക്ക് ആ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നു. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് സംവിധായകനാകണോ നടനാവണോ, ഇപ്പോൾ കിട്ടുന്ന വർക്ക് കളയാതെ ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കണം, ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. പലപ്പോഴും അതുകൊണ്ട് നമുക്ക് ദോഷമാണ് സംഭവിച്ചിട്ടുള്ളത്. ദോഷമാണ്. റീച്ച്, പബ്ലിസിറ്റി ഒന്നും ബിഗ് ബോസ് ജയിച്ചിറങ്ങിയ അഖിൽമാരാർക്ക് ആവശ്യമില്ല. അതിന് മുൻപായിരുന്നുണ്ടെങ്കിൽ നിലനിൽപ്പിന് ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാം. ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങി വലിയൊരു ജനതയുടെ ഇഷ്ടം കിട്ടുന്നു, വലിയൊരു വോട്ട് കിട്ടുന്നു, സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ മാറുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് നാട്ടുകാരെ വെറുപ്പിക്കത്തക്ക സിനിമാ മേഖല ആയിക്കോട്ടെ. ഇപ്പോൾ ഏഷ്യാനെറ്റിനെതിരെയാണ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എനിക്കവരെ ആവശ്യമില്ല. ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ചാനൽ, ആ ചാനൽ എനിക്ക് നാളെ സിനിമ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു പടം കൊണ്ട് ഞാൻ അവരെ കാണണ്ടേ? എനിക്ക് മുന്നോട്ട് പോകുമ്പം അവരെ എന്തിനാണ് ഞാൻ ശത്രുക്കളാക്കുന്നത്? അന്ന് ആരോപണം ഉന്നയിച്ച് എല്ലാവരെയും ചാനലിൽ നിന്ന് പുറത്താക്കി. ഒരൊറ്റ ഒരാൾ ഇന്ന് ചാനൽ അഖിൽമാരാർക്കെതിരെ ഉണ്ടായ ആരോപണം പാല് കൊടുത്ത കൈക്ക് കൊത്തിയെന്നാണ്. അല്ല, അത് ഞാൻ 2 കാര്യം പറയാം. നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നു വരാതിരിക്കുന്നു എന്നുള്ള ആ പോയിന്റിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇപ്പം ഞാൻ രോഹിത്തിൻ്റെ അടുത്ത് പറയുകയാണ്, രോഹിത്തെ നിനക്ക് ദാണ്ട ഇന്നടത്ത് ഒരാൾ നിന്നെ വിളിക്കുന്നുണ്ട്, ജോലിക്ക് അവിടെ ഒരു അവസരമുണ്ട്. അവസരം ഉണ്ടെന്നുള്ളത് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത്. അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആ കമ്പനിയെ ഏറ്റവും മികച്ച രീതിയിൽ നീ എത്തിച്ചതിന് ശേഷം ആ കമ്പനി ഒരു വലിയ തെറ്റ് നടക്കുകയാണ്, ആ കമ്പനിയുടെ മുതലാളിയുടെ ഒരു വലിയ മോശം പ്രവൃത്തി നീ കാണിക്കുകയാണ്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മിണ്ടാതിരിക്കാം. പക്ഷേ നിനക്ക് തുറന്നു പറയുന്നിടത്ത് നിനക്കൊരു വ്യക്തിത്വം ഉണ്ടാവും. ഞാൻ അതേ ചെയ്തുള്ളൂ. അൾട്ടിമേറ്റ്ലി ഏഷ്യാനോട് നമുക്ക് നന്ദി ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവർ നമുക്കൊരു അവസരം തന്നു. പക്ഷേ അവസരം മാത്രമേ തന്നിട്ടുള്ളൂ. 21 പേർക്ക് കിട്ടിയ ഈക്വൽ അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നെ എപ്പോഴും പുറത്താക്കാൻ നോക്കിയിട്ടുള്ളതാണ് കേട്ടോ പല കണ്ടന്റുകൾ എടുത്തത്. പക്ഷേ 20 ലക്ഷത്തിൽ പരം പേർ കൊതിച്ച അതിൽ നിന്നാണ് 21 പേരിൽ താങ്കളായത്. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നെ വേണമെന്ന് തോന്നി. അൾട്ടിമേറ്റ്ലി അതല്ലേ. ഇപ്പം രോഹിത്തിന് നന്നായിട്ടറിയാം. രോഹിത്ത് നമ്മൾ വലിയ അടുപ്പമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അവതാരകനാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രോഹിത്ത് വിളിച്ച സമയത്തൊന്നും എനിക്കൊരു ഇൻ്റർവ്യൂ തരാൻ പറ്റിയിട്ടില്ല. കാര്യം എന്താ, എനിക്ക് പെയ്ഡ് ഇൻ്റർവ്യൂസ് ഇഷ്ടം പോലെ കിട്ടുന്നു. അതെ, ഉറപ്പായിട്ടും. അപ്പം ആ സമയത്ത് ഞാൻ ഓക്കെ നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വരാം. അപ്പം ആ വാല്യൂവിനെ അതെന്തുകൊണ്ടാണ് പെയ്ഡ് വാല്യൂ വരുന്നത്? അവർക്ക് നമ്മളെ വിളിച്ച് ചെയ്താൽ സ്പോൺസേഴ്സിനെ കിട്ടുന്നു. റീച്ചൊന്നും അല്ല കേട്ടോ, റീച്ചൊക്കെ ഓക്കെ, നമുക്ക് ഇതിനെക്കാട്ട് റീച്ച് കിട്ടുന്ന പല ആൾക്കാരും. പക്ഷേ ഒരു സ്പോൺസർ വാല്യൂ കിട്ടുന്നു, അവർക്ക് അതിന് പ്രയോജനം ഉണ്ടാകുന്നു, അതിനുശേഷം റീച്ച് കിട്ടുന്നു, സെക്കൻഡ് റീച്ച് കിട്ടുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ അത് സഹായിക്കുകയല്ല. സഹായിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ നമ്മൾ നടക്കുന്ന സമയത്ത്, നമ്മളെ ആരും ഇല്ലാത്ത സമയത്ത്, ഇപ്പോൾ രോഹിത് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നു. ഞാൻ ആരുമല്ല. 2018 എൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളവരൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാൻ ആരുമല്ല. അപ്പം അത് നമ്മളെ സഹായിക്കാനാണെന്ന് പറയാം. പക്ഷെ മറ്റേതല്ല. അവിടെ ബിഗ് ബോസിൽ എത്തിയ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളെ അവർ എടുക്കണോ വേണ്ടേ തീരുമാനിക്കുന്നത് നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട്. ഞാൻ ബിഗ് ബോസിൽ നിന്ന് അഖിൽമാരാർ ഇറങ്ങുന്നു. 2ാമത്തെ ദിവസം ഞാൻ താങ്കളെ വിളിക്കുമ്പോൾ നമുക്കൊന്ന് ഇരിക്കണ്ടേ എന്ന ചോദ്യത്തിന് അഖിൽമാരാർ എന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി, എനിക്ക് ഇന്ന ചാനൽ ഒരു എമൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടടാ, നമുക്ക് എന്താ ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ചെയ്യൂ. ഞാൻ പറഞ്ഞ മറുപടിയാണ്, ചേട്ടാ അത് ചെയ്യൂ. പിന്നീട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. നമ്മൾ അതിനുശേഷം ഒരുപാട് തവണ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അവസരം വന്നു. ഞാനിപ്പം നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂ പലരും ചോദിച്ചു, രാഷ്ട്രീയം അറിയാവുന്ന ഒരാളുടെ കൂട്ടി ഞാൻ പറയുന്നത് എന്തൊക്കെ വിമർശനാത്മകമായ ചോദ്യങ്ങൾ രോഹിത്തിൻ്റെ മനസ്സിലുണ്ടോ ചോദിച്ചോളൂ. അതിനകത്ത് നമുക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് വളരെ ഇതിനകത്ത് കുറേ തെറ്റിദ്ധാരണകൾ പല വിഷയങ്ങളും വരുന്നുണ്ട്. എനിക്ക് വലിയ വിഷമം തോന്നിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുന്നത്. അതായത് അഖിലിനെ നമുക്കറിയാം,
അയാൾ ഒരിക്കലും ഒരു രാജ്യദ്രോഹിയൊന്നും അല്ലടേ. അയാൾ പക്ഷേ ഈ പറഞ്ഞ കാര്യം തെമ്മാടിത്തര നമുക്ക് യോജിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു മിനിറ്റിൽ താഴെ നിൽക്കുന്ന ഒരൊറ്റ വരിയിൽ ഇന്നലെ വരെ എൻ്റെ പോസ്റ്റുകളും എൻ്റെ എഴുത്തുകളും എടുത്തു വെച്ച് ആഘോഷിച്ചിട്ടുള്ള, ഇപ്പം ഈ നിയമസഭയെ മത്സരിക്കണമെന്ന് ചോദിച്ചു, ഞാനാണോ പറഞ്ഞത്? എടുത്തു വെച്ച് നോക്കൂ രോഹിത്തെ, പല പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ആൾക്കാർ എഴുതിയേക്കുന്ന കമന്റുകൾ. ഞാനൊരു ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അഖിൽ മാരാർ എവിടെയെങ്കിലും നിയമസഭയിൽ മത്സരിച്ചാൽ അത് BJP ടിക്കറ്റിൽ മത്സരിക്കുമോ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കും? കാരണമുണ്ട്, ചോദ്യം കാരണമുണ്ട്. താങ്കൾക്ക് ജാമ്യം കിട്ടിയ പോസ്റ്റിൽ താങ്കൾ നന്ദി പറഞ്ഞിരിക്കുന്ന ആളുകളുടെ പേരാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, സുരേഷ് ഗോപി, പേര് പറയാത്ത BJP നേതാക്കന്മാർ, പിന്നെ താങ്കളുടെ അഭിഭാഷകൻ. അവർക്ക് തട്ടുകേട് വരണ്ടെന്ന് കരുതിയിട്ടാട്ടോ. ഞാൻ ചോദിക്കണം, സ്വാഭാവികമായും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്, BJP രാഷ്ട്രീയത്തിലും. ഇത് അതിനകത്തൊരു ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറല്ല. എനിക്ക് ഇപ്പോഴല്ലേ ഇത് പറയാൻ പറ്റൂ. ഞാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ആൾക്കാർ രോഹിത്തെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് രോഹിത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതോ? ഇന്ത്യയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് നമ്മുടെ ഒരു സ്വതന്ത്ര പൗരന് മാത്രമാണ് ഏറ്റവും സ്വാതന്ത്ര്യം. ബാക്കി ആർക്കും അതില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അതില്ല. അയാൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എല്ലാം തുറന്നു പറയാൻ പറ്റും, സർക്കാരിനെതിരെ പറയാൻ പറ്റത്തില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്. പട്ടാളക്കാർക്കുണ്ട്, പ്രധാനമന്ത്രിക്കുണ്ട്. പ്രധാനമന്ത്രിക്ക് വന്ന് വായി തോന്നുന്നു വെറും ഒരു സ്വതന്ത്ര പൗരനല്ല അഖിൽമാരാർ. അല്ല, ഞാൻ ഭാരത പൗരൻ്റെ അടിസ്ഥാനത്തിൽ സെലിബ്രിറ്റി ഇതൊക്കെ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ സെലിബ്രിറ്റി ഒന്നുമില്ല. നമ്മളെല്ലാം തുല്യരാണ്. ചിലപ്പോൾ നമ്മളെ കൂടുതൽ പേര് തിരിച്ചറിയുന്നു എന്നുള്ളതുണ്ടാവാം. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെണ്ണം ചിലപ്പോൾ കൂടുതലാവാം, വെറുക്കുന്നവരെണ്ണം അതിൽ കൂടുതലുണ്ടാവും. രണ്ടായാലും ഭരണഘടന പ്രകാരം നമ്മളൊരു സ്വതന്ത്ര പൗരനാണ്. ഈ സ്വതന്ത്ര പൗരന് ആകെ പറയാൻ പറ്റുന്നത് സ്വതന്ത്ര അഭിപ്രായങ്ങളാണ്. ഇതിൽ എനിക്ക് എല്ലാവരെയും ഒരേപോലെ സ്വീകരിക്കാം. എനിക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരായിട്ട് സൗഹൃദം ഇല്ലാത്തതുകൊണ്ടാണ്, അധികം ആശയപരമായിട്ട് ഞാൻ ഒരിക്കലും ചേരാത്ത ഒരു വിഭാഗമായതുകൊണ്ടാണ് ഞാൻ അവരത് ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എവിടെയെങ്കിലും? പിന്നെ പൊതുവെ അവരുടെ വേദികളിൽ നാളിതുവരെ വിളിച്ചിട്ടുമില്ല. എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ ബേസിക് രാഷ്ട്രീയം ഞാൻ എല്ലായ്പ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. കാര്യം ഇന്ന് കേരളത്തിലുള്ളത് കമ്മ്യൂണിസം അല്ലല്ലോ. ഇപ്പോൾ ഈ പാർട്ടി എന്താ നിലനിൽക്കുന്നത്? ചൈനയിലെ കമ്മ്യൂണിസം കേരളത്തിലേക്ക് കൊണ്ടുവരാണ്, മുതലാളിത്തം. ഇപ്പം അതിനകത്ത് കാര്യമെന്ന് പറഞ്ഞാൽ, പണ്ട് സമയത്ത് കമ്മ്യൂണിസം ഏറ്റവും താഴെത്തട്ടിലുള്ളവന് വേണ്ടിയിട്ട് വാദിക്കുമായിരുന്നു. ഇന്നത്തെ കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, താഴെത്തട്ടിലുള്ളവന് വേണ്ടി വാദിച്ചാലും വാദിച്ചില്ലെങ്കിലും ഇവൻ എല്ലാ കാലവും ഞങ്ങൾ അടിമകളാണെന്നും ജാതി പറഞ്ഞ് ഇവനെ ഞങ്ങളുടെ കൂടെ കൂട്ടിയാൽ മതി എന്നുള്ള ടെക്നിക്ക് കിട്ടിയിട്ട് മധ്യവർത്തികളായിട്ടുള്ളൊരു വിഭാഗത്തെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ കഴിഞ്ഞു. ഈ മധ്യവർത്തികൾക്കാണല്ലോ വണ്ടികളും ഒക്കെ ഉള്ളത്. ഇപ്പോൾ റോട്ടിൽ ഇറങ്ങുമ്പോൾ പ്രശ്നം വരുന്ന വണ്ടിയുള്ളവനാണ്. ബസ്സിൽ പോകുന്നവൻ റോഡ് പൊളിഞ്ഞു കിടന്നാൽ അവൻ അത്രയും ചീത്ത വിളിക്കത്തില്ല, കാർ എടുത്തവൻ ചീത്ത വിളിക്കും. അപ്പോൾ ഈ മധ്യവർത്തികളെ കൂടെ നിർത്താൻ പിണറായി ശ്രമിച്ചതോടുകൂടി മുതലാളി കോർപ്പറേറ്റുകൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതോടെ ഇപ്പം കേരളത്തിലുള്ളത് കമ്മ്യൂണിസമേ അല്ല. ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസം അല്ല, കമ്മ്യൂണിസം ഏഴായാലത്തും ഇല്ല തന്നെ. അതുകൊണ്ട് ഇപ്പോൾ അവരോട് വിരോധം എന്ന് വെച്ചാൽ അവരോടും വിരോധവുമില്ല. പഴയ കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നാട് നന്നാവുമ്പോൾ ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഇവരുടെ കാഴ്ചപ്പാട് വേറെയായിരുന്നു. വികസനം ഇവർക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഈ നിലവിൽ എനിക്ക് സുരേഷ് ഗോപിയെ അനുകൂലിക്കാം. കാര്യം ഞാൻ കോൺഗ്രസിൻ്റെ മെമ്പറല്ല. നിലവിൽ എനിക്ക് VD സതീശനെ അനുകൂലിക്കാം. കാരണം ഇവരെല്ലാം എനിക്കൊരു ആപത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നവരാണ്. ഇപ്പോൾ ആപത്ത് വീണ് ഞാൻ പറയുന്നത്, ഞാനെന്ന് പറയുന്ന വ്യക്തി ഇവർക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഇവരൊരു രാജ്യദ്രോഹിയെ അനുകൂലിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ദയവ് ചെയ്ത് കൊണ്ടുപോകരുത്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതലും മോശം പരാമർശം മറ്റുള്ളവരുടെ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്, ഞാൻ പല വിഷയങ്ങളിലും അതിശക്തമായിട്ട് രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിനും രാജ്യത്തിൻ്റെ കൾച്ചറിനും ഒപ്പം നിന്നതുകൊണ്ടാണ്. അതൊക്കെ തന്നെ BJPയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾക്കൊപ്പമായിരുന്നു. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് BJPയെ ന്യായീകരിക്കുക അല്ല അവിടെ ചെയ്തത്. BJPയുടെ ശരി എൻ്റെയും ശരിയായി വന്നപ്പോൾ ഇപ്പം പൗരത്വ വിഷയം വന്നു. പൗരത്വ വിഷയം വന്നപ്പം ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്ത്യയിലെ ഒരു മുസ്ലിം പൗരനെ ഇവിടെ നിന്ന് പുറത്താക്കില്ല. ഇത് ഞാൻ പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയതാണ്. പിന്നെ ഞാനെന്തിനാണ് BJP എതിർക്കുന്നത്? ഈ രാജ്യത്ത് പൗരത്വ കാർഡ് വേണ്ട. പിന്നീട് ഇങ്ങോട്ട് പലതും ഇവിടെ എല്ലാം തന്നെ സംഭവിച്ചത് ഞാൻ കടുത്ത സംഖ്യയായി മാറുകയായിരുന്നു. അല്ല, ഈ ആഴത്തിൽ പഠനമുള്ള, ആഴത്തിൽ വായനയുള്ള അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന രാഷ്ട്രീയം BJPയുടേതാണോ കോൺഗ്രസിൻ്റെതാണോ? ദേശീയതയെ വിറ്റ് കാശാക്കുന്ന പണിയാണ് BJPക്കുള്ളത്. അതാണ് വ്യത്യാസം. എങ്ങനെ മനോഹരമായി ദേശീയതയെയും രാജ്യസ്നേഹത്തെയും കൺവേർട്ട് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന് വളരെ വ്യക്തമായ ബോധ്യമാണ് BJPക്കുള്ളത്. ഞാൻ കുറ്റം പറയില്ല, അതാ പറഞ്ഞത്, അത് കുറ്റം പറയില്ല. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഇപ്പോൾ CPM ഒക്കെ അടവ് നയത്തെയൊക്കെ പറ്റി പറയാറില്ലേ. ഇപ്പം ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. ഇപ്പം വേടനെതിരെ ഇവർ വളരെ മോശമായ രീതിയിൽ കുറേ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി വേടൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് രോഹിത്തിന് മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേടൻ്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയമാണ്. കാരണം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നാണ് വേടൻ പറയാൻ ആഗ്രഹിച്ചത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം. എന്താണ് ഇവർക്ക് ശബ്ദമില്ലാതായത്? അവർ തന്നെ വിചാരിച്ചുകൊണ്ടാണെന്ന് ഞാൻ. അല്ല, ആരാണ് ഇവിടെ ശബ്ദമില്ലാത്തവർ? കേരളത്തിൽ ആരാണ് ശബ്ദമില്ലാത്തവർ?
ജാതീയമായി താഴെ നിൽക്കുന്നത് കൊണ്ടാണോ ഇവർ അല്ല, ശബ്ദമില്ലാത്തവരായത്? ഒരിക്കലും അല്ല. സാമ്പത്തികമായി താഴേക്ക് പോയത് കൊണ്ടാണോ ശബ്ദമില്ലാത്തവരായത്? അധികാരങ്ങളില്ലാത്തത് കൊണ്ടാണോ ശബ്ദമില്ലാത്തവരായത്? അപ്പോൾ ശബ്ദമില്ലാത്തവർ ആരാണ്? അവരുടെ ശബ്ദമാണ് തൻ്റെ എഴുത്തുകൾ എന്നാണല്ലോ വേടൻ പറയുന്നത്. ശബ്ദമില്ലാത്തവർ ജാതീയമായി താഴെ പോയവരാണെന്നാണ് വേടൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനാരാണ് കാരണക്കാർ? ഇത്രയും നാൾ കൊണ്ട് ഇവിടെ ഭരിച്ചതാരാ? പുരോഗമന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, പാവങ്ങളെ സംരക്ഷിക്കണമെന്ന് തീരുമാനിച്ച, ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച, അവരുടെയൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ 10-70 വർഷം കൊണ്ട് അധികാരത്തിലും പ്രതിപക്ഷത്തിലുമായിട്ട് പ്രവർത്തിച്ച് ഇത്രയും എത്തിയപ്പം ഇവിടെ ഒരു വേടം വന്ന് പറയുകയാണ് ഇവർക്ക് ആർക്കും ശബ്ദമില്ലെന്ന്. അപ്പോൾ ആരാ കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാർ എന്നാണ്. ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞാൽ കോൺഗ്രസിനെ അത്രയും ഞാൻ പറയത്തില്ല. കാര്യം കോൺഗ്രസ് അല്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മറ്റവരാ. നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ. സത്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ ശബ്ദം ഇല്ലാതാക്കി, അവരെ ഈ പരുവത്തിലാക്കി, കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് മാത്രമാക്കി അവരെ മാറ്റി മുന്നോക്കമെന്നും പിന്നോക്കമെന്നും സർക്കാർ തരംതിരിച്ച് വെച്ചേക്കുകയാണ്. എന്തിന് മുന്നോക്കം എന്നാണ് പറയുന്നത്, എന്തിന് പിന്നോക്കം തിരിക്കുന്നു? ഇങ്ങനെ തിരിച്ചിവരെ രണ്ടാക്കി മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടാണ് വേടൻ വാദിക്കുന്നതെങ്കിൽ വേടന്റെ ശബ്ദവും BJPയുടെ ശബ്ദവും ഒക്കെ ഒന്നല്ലേ? അറിയാതെ വേടൻ BJPക്കാരനായില്ലേ? BJP ഇതല്ലേ പറയുന്നത്. ഞാനിപ്പം ഈ വിഷയം പറഞ്ഞാൽ ഞാൻ BJPക്ക് ഒപ്പമായിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാം. ശരി BJPക്ക് ഒപ്പമാണെങ്കിൽ ഞാൻ BJPക്ക് ഒപ്പമാണ്, ശരി കോൺഗ്രസിന് ഒപ്പമാണെങ്കിൽ അവിടെ പോകണം. നിങ്ങൾ തിരിച്ചു ചെയ്യും. ഈ നാട്ടിലെ ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നതായിട്ട് രോഹിത്തിന് അറിയാവോ? അങ്ങനെ കൊണ്ടുവന്ന പിന്നെ ഇവിടെ കമ്മ്യൂണിസം ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ കമ്മ്യൂണിസം ഇല്ല. അൾട്ടിമേറ്റ്ലി ഒരു ചെടി വളരണമെങ്കിൽ വളം വേണം. ഓരോ ചെടിക്കും ഡിഫറൻറ്റ് വളമാണ്. ഉണക്കച്ചാണകം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഉണ്ടാകുന്ന ഗുണം പച്ചച്ചാണകം ഇട്ടാൽ കിട്ടത്തില്ല. കാര്യം പച്ചച്ചാണകത്തിന് ചൂട് കൂടുതലാണ്, കരിഞ്ഞു പോകും. ചാണകം തന്നെ രണ്ട് വ്യത്യസ്ത തലത്തിലുണ്ട്, രണ്ട് വ്യത്യസ്ത ചാണകങ്ങളുണ്ട്. BJP നിലനിൽക്കണമെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങൾ വേണം. രാജ്യത്ത് മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് ചിത്രീകരിക്കണം. മുസ്ലിങ്ങൾ കുഴപ്പക്കാരല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഹിന്ദുവിനെ കുത്തിത്തിരിക്കാൻ പറ്റുക? ഇത് രണ്ടും വേണ്ടേ? അപ്പം മുസ്ലിങ്ങളെ കുഴപ്പക്കാരാക്കി ചിത്രീകരിച്ചേ പറ്റൂ. ഞാൻ അതുകൊണ്ടാണ് BJPയെ ഈ മതപരമായ കാര്യങ്ങളിൽ, അതായത് മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ ഞാൻ അവരെ എതിർക്കാറുള്ളൂ. ബാക്കി എന്തിനാണ് ഞാൻ എതിർക്കേണ്ടത്? രാജ്യത്ത് ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തിനാണ് BJP എതിർക്കേണ്ടത്? ഏറ്റവും മനോഹരം, ഇപ്പം നമ്മൾ യുദ്ധം ചെയ്തു, ഇതിപ്പോൾ നമ്മൾ സൈന്യം അടിച്ചു എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അത്രയും മനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടില്ലേ? ഉണ്ട്. അത് ഇദ്ദേഹം എടുത്ത തീരുമാനമല്ലേ? S-400 ആയാലും റാഫേൽ ആയാലും സൈന്യത്തിന് വേണ്ടത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ അങ്ങോട്ടിറങ്ങി നമ്മളെ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതൊക്കെ അടിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ സുലഭമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ് എല്ലാം. സാമ്പത്തിക ബാധ്യതകൾ പലതും പരിഹരിച്ചു. ഇപ്പം നമ്മൾ ഈ ഓയിലിൻ്റെ ഇത് ടാക്സേഷന് വന്ന വ്യത്യാസത്തിൽ ഹ്യൂജ് എമൗണ്ടാണ് ആക്ച്വലി മോദിക്ക് കിട്ടിയിട്ടുള്ളത്. ഹ്യൂജ് എമൗണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, 2.5 ലക്ഷം കോടിയോളം അഡീഷണൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ച് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ചെയ്യാം. പക്ഷേ എന്തുകൊണ്ട് ഈ ബോധം മൻമോഹൻ സിംഗിന് ഉണ്ടായില്ല? മോദിക്ക് കിട്ടിയോ രാഷ്ട്രത്തിന് കിട്ടിയോ? അല്ല, ഞാൻ പറഞ്ഞ രാജ്യം അൾട്ടിമേറ്റ്ലി പ്രധാനമന്ത്രിയുടെ നയം തിരിച്ചങ്ങ് ചെയ്താൽ പോയി. ഇപ്പം ഞാൻ പറയണം, മോദി വിചാരിക്കുകയാണ് എന്നാൽ മൻമോഹൻ സിംഗ് ചെയ്ത നാളത്തെ ചിലപ്പോൾ ടൈറ്റിലാന്നേ, മോദി 2.5 ലക്ഷം കോടി അടിച്ചു മാറ്റി. ലാഭം നമ്മുടെ ഖജനാവിലേക്ക് അധികം കൊണ്ടുവന്ന ലാഭം, ആ തീരുമാനം. ഇപ്പം മൻമോഹൻ ഗംഭീര പ്രധാനമന്ത്രി തന്നെ ആയിരുന്നു. പക്ഷേ പ്രശ്നം പറ്റിയത് ഇദ്ദേഹം ഈ ലാഭം ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തു, സബ്സിഡികൾ കൊടുത്തു. 110 രൂപ ഡോളറിന് ബാരലിന് വിലയുള്ള സമയത്ത് ഇത് രാജ്യത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നെങ്കിൽ ഈ ടാക്സ് അതേപടി നിലനിർത്തി പെട്രോളിൻ്റെ വില ചിലപ്പോൾ ഒരു 120 രൂപ ആക്കേണ്ടി വന്നേനെ. ഇദ്ദേഹം ചെയ്തത് ഇത് ചവിട്ടി താഴ്ത്തി. അപ്പം പെട്രോൾ അടിക്കാൻ പോകുന്നവന് 5 രൂപ ലാഭം, 2 രൂപ ലാഭം, 3 രൂപ ലാഭം ഇവന് കിട്ടി. മോദി എന്ത് ചെയ്തു? 1 രൂപ ലാഭം നിനക്ക് തരുന്നില്ലടേ, ഞാനിഞ്ഞ് എടുക്കുക. ഈ 1 രൂപ കൊണ്ട് ഇവൻ ചിലപ്പോൾ ഒന്നും നേടുന്നില്ല. ഒരു മാസം ചിലപ്പം പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു 1000 ലിറ്റർ പെട്രോൾ, 1000 ലിറ്റർ ഒന്നും പെട്രോൾ ആരും അടിക്കാറില്ല, എന്നാലും ഇപ്പോൾ 500 ലിറ്റർ പെട്രോൾ അടിക്കാം. 500 രൂപ, 500 × 2 1000 രൂപയ്ക്ക് ഒരുത്തിന് നഷ്ടം. പക്ഷേ ഈ 1000 രൂപ 100 കോടി ജനതയെ ഇൻറ്റു 1000 ആകുമ്പോഴത്തേക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഇന്ത്യൻ ഖജനാവിൽ കയറും. അത് വെച്ചിട്ട് നമുക്ക് രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റാം. താഴെത്തട്ടി കിടക്കുന്ന ജനതയ്ക്ക് കക്കൂസില്ല. ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. എല്ലാവരും മോദിയെ പരിഹസിച്ചു. പക്ഷേ പുള്ളി തിരിച്ചറിഞ്ഞു, ഞാൻ ഈ പറഞ്ഞത് ഈ കാര്യത്തിന് ഞാനതിനെ എതിർക്കുന്നത്, ഇതിനെനിക്ക് കൈയടിച്ചൂടെ? പക്ഷേ ഇത് ഈ പാൽപ്പായസമായാലും ഒരു തുള്ളി പാഷാണം വീണാൽ തീരുമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത്, ഞാനതാ പറയാൻ താങ്കൾ തന്നെ പറഞ്ഞു. ഈ ഇവിടുത്തെ മതം വെച്ച് കളിക്കുമ്പോൾ ഇതെല്ലാം തീരുമല്ലേ അവിടെ? അതന്നെ ആ രോഹിത് ഇപ്പം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കത്തില്ലേ, ഇപ്പം എന്താ അഖിൽമാരാർ ഇത്രയും കാലമായിട്ട് എനിക്ക് BJP പോകാൻ എന്താ തടസ്സം ഇതാണ് തടസ്സം. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പം അവരുടെ കാഴ്ചപ്പാടിലെ മാറ്റം കൊണ്ടാവാം BJPയിൽ അല്ലാതിരുന്ന ഒരാളെ കൊണ്ടുവന്ന് BJP നയിക്കുന്നു. അപ്പം അവരുടെ പ്ലാൻ മറ്റൊന്നാവാം. കേരളം പോലൊരു സ്ഥലത്ത് ഉത്തരേന്ത്യയിലെ നയം നടപ്പിലാക്കിയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവാം.
രാജു ചന്ദ്രശേഖറിന് റൈറ്റും ലെഫ്റ്റുമായിട്ട് അദ്ദേഹം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പോൾ ഈ ഷോൺ ജോർജിനെ പോലുള്ളവരെയും അല്ലെങ്കിൽ അനൂപ് ആൻ്റണിയെ പോലെയുള്ളവരെയും ഇപ്പോൾ മേജർ രവി സാറിനെ പോലുള്ളവർ ഇവരൊന്നും തന്നെ വർഗീയ ഫേസസേ അല്ല. ഇവർക്കിത് ആ ഒരു ബേസിക് പൊളിറ്റിക്സ്, അതായത് BJP കാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബേസിക് പൊളിറ്റിക്സ് അല്ല ഇവരാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ്. അപ്പം പ്ലാനുകളിൽ ഇവർ മാറ്റം വരുത്തുന്നുണ്ട്. ഓരോ പ്രദേശത്തും എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിന് അവർക്ക് പ്ലാനിൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ദേശീയബോധമായാലും രാജ്യസ്നേഹമായാലും ഞാൻ എൻ്റെ ഓപ്പോസിറ്റുള്ളവരത്തിനെ നോക്കി കാണിക്കേണ്ടതല്ല. ഞാൻ രോഹിത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇപ്പോൾ ഞാനൊരു ഇവിടുത്തെ BJPയുടെ RSSകാരുടെ ഏറ്റവും ലോക്കൽ ലെവലിൽ ചിന്തിക്കുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കോൺഗ്രസ്സുകാരൻ്റെ മുഖത്ത് നോക്കി ഭാരത് മാതാക്ക് ജയ് വിളിച്ചാൽ മതി. കോൺഗ്രസ്സുകാരൻ്റെ മുന്നിലോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുന്നിലോ മതി എൻ്റെ രാജ്യസ്നേഹം. ഞാൻ ചിന്തിച്ചെന്താണെന്നറിയാം, ഇപ്പോൾ ഈ വിവാദം ഉണ്ടാകാനുള്ള യഥാർത്ഥ കാര്യം ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പഹൽഗാമിൽ ആക്രമണം തുടങ്ങുന്നു. എൻ്റെ ആദ്യത്തെ പോസ്റ്റ് എന്ന് വരുന്നത് സൈന്യത്തെ മോശമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നു. റോബർട്ട് വദ്ര വളരെ മോശമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. അത് സത്യത്തിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഇവരെ മോശക്കാരാക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ ആദ്യം എഴുതുന്നത്, പഹൽഗാമിലെ ഭീകരാക്രമണം മോദി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ ഇന്ത്യയിലെ 2 പ്രൈം മിനിസ്റ്റർ കൊല്ലപ്പെട്ടത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടും കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ആണെന്ന് മറ്റൊരാൾ പറഞ്ഞാൽ ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരന് ഉത്തരം കൊടുക്കാൻ പറ്റാതായി പോകും. അതുകൊണ്ട് ഈ സമയത്ത് ഇത്തരം മോശം സ്റ്റേറ്റ്മെൻറ്റുകൾ ആരും പറയരുത്. നമ്മുടെ സേന ആയിരക്കണക്കിന് ആക്രമണങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. ഇത് ഞാൻ എൻ്റെ എഴുത്താണ് ഇപ്പോഴും കിടക്കുന്നത്, എൻ്റെ പ്രൊഫൈലിൽ കിടക്കുന്ന എഴുത്താണ്. 1000 ആക്രമണങ്ങൾ തടയുന്നത് നമ്മൾ അറിയുന്നില്ല. 1 or 2 വീഴ്ച ഇവർക്ക് പറ്റിയാൽ നമ്മളിത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നമ്മുടെ സേനയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു. ഇസ്രയേൽ പോലൊരു രാജ്യം, സാങ്കേതിക വിദ്യ കൂടിയ രാജ്യമാണ്, അവർക്ക് ഇടയിൽ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്, അമേരിക്കയിൽ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മുടെ സേനയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കണം. എൻ്റെ എഴുത്താണ്. റോബർട്ട് വദ്രയെ എത്രയും പെട്ടെന്ന് രാഹുൽ ഗാന്ധി AICC ഓഫീസിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് ചെവുക്കല്ലെത്തിച്ച് 2 അടിയാണ് കൊടുക്കേണ്ടത്. ഇത് ഞാൻ എഴുതിയതാണ്. കോൺഗ്രസ്സിലെ സീറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. വിവരം കെട്ട കോൺഗ്രസ് അണികളുടെയും കോൺഗ്രസ് കൊങ്ങികളുടെയും കയ്യടിക്ക് വേണ്ടിയിട്ട് ഒരു കോൺഗ്രസ് നേതാവും രാജ്യത്തിനെതിരായി സംസാരിക്കരുത്. ഇത് നിങ്ങളെ ഒരുപാട് കീഴ്പോട്ട് കൊണ്ടുപോകും. ഇത് എഴുതുന്ന ഞാൻ വെറും ഈ പറയുന്ന വിവാദം ഉണ്ടാവുന്നതിന് വെറും 10 ദിവസം മുമ്പുള്ള എൻ്റെ ഒരു റൈറ്റപ്സാണിത്. ഓപ്പറേഷൻ സിന്ദൂർ വരുന്ന സമയത്ത് ഞാൻ എഴുതിയത് ഭാരത സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചു എന്നൊക്കെയുള്ള ഇൻ്റർപ്രിട്ടേഷനൊക്കെ വരുന്നതിന് മുമ്പ് ഇത് വന്ന ആ രാത്രിയിൽ ഞാൻ എഴുതുന്നത് ഭാരത സ്ത്രീകളുടെ സിന്ദൂരം മായിച്ച ഭീകരരെ ലോകത്തിൽ നിന്ന് തന്നെ മായിച്ച് എൻ്റെ ഭാരതം തൊട്ടു നോക്കടാ പാകിസ്ഥാനി പട്ടികളെ പാക്കലാം, ഇതാണ് ഞാൻ എഴുതുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും എഴുതുന്നുണ്ട്. ഇവിടെ എനിക്ക് പറ്റിയൊരു വല്ലാത്ത ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ പുറത്ത് മറ്റ് വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്, പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ UK ചെന്നിറങ്ങുകയാണ്, ഞാനിപ്പോൾ അമേരിക്കയിൽ ചെന്നിറങ്ങുകയാണ്. അവിടെ ഒരുത്തൻ എന്നെ നോക്കിയിട്ട് ഇന്ത്യക്കാരനാടേ, പണ്ടത്തെ കണക്കൊന്നും പറയലേ, ഇവന്മാർ വലിയ വിഷയക്കാരാ, അവിടെയല്ലേ നമുക്ക് നമ്മുടെ രാജ്യസ്നേഹം അവിടെയല്ലേ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് റെസ്പെക്റ്റ് കിട്ടും, മറ്റൊരു രാജ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് റെസ്പെക്റ്റ് കിട്ടും. അതേസമയം ഞാൻ പോയി ഒരു കോൺഗ്രസ്സുകാരനെ 4 ചീത്തയും വിളിച്ചിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കേണ്ട കാര്യമൊന്നും എനിക്ക്, അവൻ തിരിച്ച് 4 ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് മിണ്ടാതെ കേട്ടോണ്ട് പാനലേ പറ്റും. ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്നാണ്, നമ്മൾ രാജ്യസ്നേഹം നമ്മൾ ഇന്ത്യക്കാരൻ്റെ മുഖത്ത് കിട്ടാണ് കാണിക്കുന്നത്. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായിട്ട് രാജ്യസ്നേഹം കാണിക്കുകയാണ്. രാജ്യസ്നേഹം വേണ്ടത് മറ്റൊരുവൻ്റെ മുന്നിലാണ്. ഇപ്പോൾ ഒളിമ്പിക്സ് പോലുള്ള വേദികളിൽ നമ്മുടെ പതാക പാറുമ്പോൾ നമ്മുടെ കണ്ണറിയാതെ നിറയും. അപ്പം ഞാൻ ചോദിച്ചോളൂ, നമ്മുടെ ആ വിവാദങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു, ഇതാണ് കാര്യം. ഇത്രയും ഒക്കെ എഴുതിയ ഈ പോസ്റ്റുകൾ നമ്മൾ വായിച്ചതാണ്. എന്തിനാണ് ലൈവിൽ അങ്ങനെ ഒരു പരാമർശം? അത് അവിടെ എനിക്ക് പറ്റിയൊരു കുഴപ്പം, ഞാൻ ഇച്ചിരി അതിവൈകാരികമായി പോയി. എനിക്ക് ഈ വെടിനിർത്തിയത് അങ്ങോട്ട് വർക്കായില്ല. അതെ, എനിക്ക് വെടിനിർത്തിയത് വർക്കാതെ യുദ്ധമൊന്നും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ ഒരു രാജ്യത്തും നമ്മൾ അങ്ങനെ നമ്മളൊരു കൾച്ചർ അതല്ല. നമ്മളങ്ങനെ ആരെയും കടന്നാക്രമിച്ച് ഇല്ലാതാക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല. നമ്മളെല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു രാജ്യമായിരുന്നല്ലോ. അതുകൊണ്ട് പക്ഷേ അതേസമയം നമ്മളൊരുത്തൻ ചൊറിഞ്ഞു, നമ്മളെ മണ്ണിൽ കയറി 10-27 പേര് ഇവിടെ മരിച്ചു, തിരിച്ചടിക്കണം. പിന്നെ ജീവിതത്തിൽ അവൻ അടിക്കരുത്. ഞാൻ ഈ വിമർശിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു പ്രധാന പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ കുറച്ച് സംഖ്യകൾ വെച്ചങ്ങ് അലക്കുക. ഓക്കെ, ഞാൻ ഒരിക്കലും മോദിയെ മോശം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ തന്നെയാണ് നരേന്ദ്രമോദി. നിങ്ങൾ മോദിയെ പൂഴ്ത്തിക്കോ. നിങ്ങൾ എന്തിന് ഇന്ദിരാഗാന്ധി വീഴ്ത്തണം? ഇന്ദിരാഗാന്ധി രാജ്യത്തെ മോശം പ്രധാനമന്ത്രി ആയിരുന്നു? ഒരിക്കലുമല്ല. ഈ രാജ്യത്തെ ഏറ്റവും പവർഫുൾ ഡിസിഷൻ മേക്കർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ദിരാഗാന്ധിയുടെ പേരെ പറയൂ. ശരിയോ തെറ്റോ എന്നുള്ളതല്ല കേട്ടോ. ഇപ്പം അടിയന്തരാവസ്ഥ ഒരു ഭരണാധികാരിയും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഡിസിഷൻ മേക്കിംഗ് പവർഫുൾ അല്ലേ? ജസ്റ്റിസ് മോഹൻലാലിൻ്റെ അലഹബാദ് ഹൈക്കോടതി പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടുണ്ട്, രാജിവെക്കണം. സംഭവമൊക്കെ വേറെ കേസ്, ബുദ്ധിമുട്ടാണ്, രാജിവെക്കാൻ ബുദ്ധിമുട്ടാണ്. പുല്ല് അടിയന്തരാവസ്ഥ. ഇത് ശരിയെന്ന് പറഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥ ന്യായീകരിച്ചതല്ല.
അവിടെ അവരുടെ ഒരു പവറുണ്ട്. ഇതേ പവർ തന്നെയാണ് അവർ അതിനു മുമ്പും കാണിച്ചിട്ടുള്ളത്. യുദ്ധം വന്ന സമയത്തും നമ്മൾ ആണവ ശക്തിയൊന്നും അല്ല. നമുക്കങ്ങനെ അമേരിക്ക വന്ന് നമ്മളെ വിരട്ടിയാൽ റഷ്യ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തിനാണെന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിൽ ഭയങ്കര പവർഫുൾ കഴിവ് തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധിക്ക്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഭയങ്കര ആക്ഷേപിച്ചുകൊണ്ടുള്ള കുറേ പോസ്റ്റുകൾ, ഭയങ്കര മോശം ആക്ഷേപം കേട്ടോ. ബെനസീർ ഭുട്ടോയുടെ കൂടെ റൂമിനകത്ത് കയറി എന്നൊക്കെ വളരെ. ഇത് കണ്ടപ്പോൾ ഞാൻ നോക്കി, ഇവരൊരു ഭാഗത്ത് മോദിയെ പുകഴ്ത്തുന്നു, മറുഭാഗത്ത് മറ്റൊരു പ്രധാനമന്ത്രിയെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നു. ഇവർക്ക് എന്ത് രാജ്യസ്നേഹമാണുള്ളത്? എൻ്റെ രാജ്യത്തിൻ്റെ എൻ്റെ പ്രധാനമന്ത്രി അല്ലായിരുന്നു അത്. ഈ രാജ്യം നമ്മൾ ഇന്നീ കാണുന്ന നിലയിലെത്തി. നമ്മൾ ഒരിക്കലും ഒരു യുദ്ധം ചെയ്ത് ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് മറ്റൊരു രാജ്യത്തോട് പറഞ്ഞില്ലേ നമുക്കതിനുള്ള ശേഷിയുണ്ടെന്ന്? അതിന് നമ്മളെ കേപ്പബിൾ ആക്കിയില്ലേ? ഇവിടുത്തെ ബാങ്കുകൾ ദേശസാൽക്കരിച്ച് ലോകം മുഴുവൻ റിസഷനിലേക്ക് പോയ സമയത്ത് 69 അവരുടെ ഡിസിഷനല്ലേ നമ്മളെ പിന്നീട് സാമ്പത്തികമായിട്ട് വലിയൊരു ശക്തിയാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അപ്പോൾ രാജ്യത്തിന് വലിയൊരു നേട്ടം കൊടുത്ത ഒരു മികച്ച പ്രധാനമന്ത്രിയെ വളരെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ എഴുത്ത് കണ്ടപ്പം സത്യത്തിൽ ദേഷ്യം വന്നു. അത് ആ എഴുത്താണ് നരേന്ദ്രമോദിയുടെ 56 ഇഞ്ചിനേക്കാളും ഇന്ദിരാഗാന്ധിയുടെ നിലപാടുകൾക്ക് കരുത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയതാണ് ഇവരെ ആദ്യം ചൊടിപ്പിച്ചത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പം ലോകത്ത് ക്രിക്കറ്റ് കളി കാണും. നമ്മൾ ക്രിക്കറ്റ് കളി കാണുമ്പോഴൊക്കെ നമ്മൾ ഇന്നത്തെ ഭാഷ പ്രകാരം നമ്മളെല്ലാം രാജ്യവിരുദ്ധരാകട്ടോ. കാര്യം നമ്മൾ ഇന്ത്യ എന്നാണ് പറയുന്നത്, BCCI എന്നല്ല. ഇന്ത്യ എന്തൊരു തൊലിഞ്ഞ കളിയാടെ കളിച്ചതൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്, അല്ലാതെ BCCI എന്തൊരു ഇങ്ങനെ നമ്മൾ പറയാറില്ലല്ലോ. അങ്ങനെ പക്ഷേ ഇനിയിപ്പോൾ എനിക്കത് അങ്ങനെ പറയേണ്ടി വരും. നമ്മൾ BCCI എന്നേ പറയാമോ, ഇന്ത്യ എന്ന് പറയരുത്, അവിടെ പ്രശ്നം വരും. അവിടെ നമ്മൾ പ്രതീക്ഷിച്ച കുറേ പ്ലെയേഴ്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പ്ലെയറാണ് സച്ചിൻ. ഒരു പക്ഷേ ഫൈനലിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടുള്ളൊരു മനുഷ്യനും സച്ചിനായിരിക്കും. എന്താ കാര്യം? നമ്മുടെ പ്രതീക്ഷ കൂടിപ്പോയി. ആളുകൾ പ്രതീക്ഷിച്ചത്രയ്ക്കോട്ട് പുള്ളിക്ക് വരാൻ, ഭാരതീയരുടെ പ്രതീക്ഷ സച്ചിനിൽ അമിതമായി സൂക്ഷിക്കുകയും സച്ചിൻ 2003 വേൾഡ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി അടിച്ച് ജയിക്കുമെന്ന് കരുതിയപ്പോൾ മഗ്രാത്തിൻ്റെ ബാളിൽ ഫുൾ ഷോട്ടിന് കളിച്ച് അദ്ദേഹം ഔട്ടായപ്പോൾ സച്ചിനെ തെറി വിളിച്ചവരാണ് ഇന്ത്യക്കാർ മുഴുവൻ. എന്താ? പ്രതീക്ഷ കൂടിപ്പോയി. അഖിൽമാരാരുടെ പ്രതീക്ഷയ്ക്കൊന്നും നരേന്ദ്രമോദി വളർന്നില്ല. ഞാൻ ചിന്തിച്ചു, 100ാം വാർഷികം, RSSൻ്റെ 100ാം വാർഷികം, രാഷ്ട്രീയമൊക്കെ നമ്മൾ രാഷ്ട്രീയം അമിത ആരാധനയൊന്നും അല്ല കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്, RSSൻ്റെ 100ാം വാർഷികം. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ചെറിയ കക്ഷിയൊന്നുമല്ല. ലോകത്തിലെ സകലരെയും ചാക്കിട്ട് കയ്യിലാക്കിയിട്ടുണ്ട്. സകല പ്രൈം മിനിസ്റ്റർമാരെയും സകല പ്രസിഡന്റുമാരെയും എല്ലാം കൂടെ. പുള്ളി വില്ലൻ എന്ന് പറഞ്ഞാൽ ഭൂലോക വില്ലനെന്ന് പറയുന്നൊരു ഉച്ചുദാഹരണം ഞാൻ പറയാം. ഇവിടുന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ മോദിയെ തകർക്കുമെന്ന് പറഞ്ഞിട്ടാണ് പാർലമെൻറ്റിലേക്ക് പോയത്. അവിടെ പോയിരുന്ന ഫസ്റ്റ് ദിവസം വന്ന് സാഹിബ്ജി എന്ന് പറഞ്ഞ് വന്ന് കയ്യെ കൊടുത്ത്. കുഞ്ഞാലിക്കുട്ടി പിന്നെ ഒരു അക്ഷരം പാർലമെൻറ്റിന് വേണ്ടിയിട്ടില്ല. പ്രേമേന്ദ്രൻ സാറിനെ പതുക്കെ വിളിച്ച് കൂടിയിരുന്നു, ചായ പിടിപ്പിച്ചു. പിണറായി വിജയൻ പോലും ഇന്നുവരെ എൻ്റെ അറിവിൽ നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പണി ഭയങ്കരമായിട്ട് പഠിച്ച ലോകത്തെ ഏറ്റവും മികച്ച നയതന്ത്രജ്ഞൻ എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ മോദിയെ വിശേഷിപ്പിക്കും. അതോടൊപ്പം തന്നെ ഈ 100ാം വാർഷികത്തിൽ, RSSൻ്റെ 100ാം വാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ 3ാം ടൈം, ഇനി ഒരുപക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രി ആകണമെന്നുമില്ല, അമിത്ഷാ പാർലമെൻറ്റിൽ നടത്തിയ പ്രഖ്യാപനം POK മോചിപ്പിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും സുവർണാവസരം. കാര്യം ലോകരാജ്യങ്ങൾ മുഴുവൻ പാകിസ്ഥാനെ എതിർത്ത് നിൽക്കുകയാണ്. പാകിസ്ഥാൻ കാണിച്ച തെമ്മാടിത്തരത്തിനെ ഒരു രാജ്യം അനുകൂലിക്കുന്നു. അവിടെ അവന്മാർക്ക് അതിനകത്താകെ അടി. ഇമ്രാൻഖാൻ അനുകൂലികളുടെ അടി അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നു. സേനയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ. ഇത്രയും മികച്ച ഒരു സമയത്ത് ഒരു പ്രധാനമന്ത്രിക്ക് ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും പവർഫുൾ ആവാൻ കിട്ടുന്ന ഒരു മൊമെൻറ്റ് ഇദ്ദേഹം വേണ്ടെന്നൊക്കെ വെക്കുമോ? നമ്മുടെയൊക്കെ ചിന്ത പൊട്ട ചിന്തയായിരിക്കാം കേട്ടോ. ഞാൻ പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ, ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് സച്ചിനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം ഏത് ബാൾ അടിക്കണം, ഏത് ബാൾ ലീവ് ചെയ്യണമെന്ന്. അദ്ദേഹം ഒരു ബാൾ ലീവ് ചെയ്താൽ കളി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയും ഇയാൾ എന്തിനാണ് ഈ ബാറ്റും കൊണ്ട് നിൽക്കുന്നത്? അത് നമ്മളെ വിവരക്കേടാണ്, നമ്മുടെ ഈ പ്രതീക്ഷയെ പറയുന്നത്. ഞാൻ പറഞ്ഞ അത്തരമൊരു പ്രതീക്ഷ കൊണ്ട് മോദി അങ്ങനെ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഭയങ്കര പവർഫുള്ളാവും. ഞാൻ ജൂലൈയിൽ UK പോകാനിരിക്കുന്നു, സെപ്റ്റംബറിൽ USA പോകാനിരിക്കുന്നു. എയർപോർട്ടിലൊക്കെ ചെന്നിറങ്ങുമ്പോഴത്തേക്കടാ തൊട്ടുപോകരാ പാക്കരാ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ചിന്തിക്കുക. അതാ അമിത പ്രതീക്ഷ കൊണ്ടിട്ടേ ഇതാ കിടക്കുന്നു. വെടിനിർത്തൽ കഴിഞ്ഞെന്ന് വെടിനിർത്തൽ വന്ന് കണ്ടപ്പോൾ അതും അല്ല വിഷമം. ട്രംപിൻ്റെ ട്വീറ്റ് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഒരു 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 എന്താ ഇങ്ങനെ ചെയ്തത്? അത് മാത്രമല്ല, ഒരു ഇയാളെ പേരെടുത്ത് പറഞ്ഞൊന്ന് വിമർശിക്കാൻ ഞാൻ എന്താ, നമ്മൾ ചിന്തിക്കുകയാണ് കേട്ടോ. ട്രംപിൻ്റെ പണി നോക്കിയാൽ മതി എന്ന് മോദി ഒരു റിപ്ലൈ കൊടുത്തില്ലല്ലോ ട്രംപ് അത് പറഞ്ഞപ്പോൾ. വിദേശകാര്യ സെക്രട്ടറി വന്നിട്ട് ഫോറിൻ പോളിസി പറഞ്ഞിട്ട് അങ്ങ് പോകുമായിരുന്നു ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പം ഈ സംഖ്യകൾ ഇതിൻ്റെ ഇടയ്ക്ക് റീലടിക്കുക. 2 ദിവസം മുമ്പ് ഒരു സ്വരാജിനെ പോയി ഉള്ള ചീത്ത മൊത്തവും വിളിച്ച് യുദ്ധം വേണ്ടാന്ന് പുള്ളി പറഞ്ഞത്. സ്വരാജ് പറഞ്ഞു യുദ്ധം ചെയ്യാൻ പാടില്ല, അത് മാനവീയതയ്ക്കെതിരാണെന്നൊക്കെ പറഞ്ഞതിന് TP ചന്ദ്രശേഖരനെ പിടിച്ചോണ്ട് കെട്ടി സ്വരാജിനെ ഫുള്ള് ചീത്തയും പിടിച്ചിട്ട് യുദ്ധം ചെയ്യും, പാകിസ്ഥാനെ തോപ്പിക്കും, നീ കണ്ടോടാ എന്ന് പറഞ്ഞ് ഇതേ അവന്മാർ നേരെ പ്ലേറ്റ് മാറ്റി എന്നോട് വന്നിട്ട് എടാ യുദ്ധം അറിയാ തെണ്ടി. ഞാൻ അന്നേരം യുദ്ധം അറിയാനായി മാറി.
ഞാൻ ചിന്തിച്ചത് നമുക്ക് വലിയ യുദ്ധമൊന്നും ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു ഒരു പക്ഷേ. കാരണം ഇന്ത്യ അത്രയും പവർഫുൾ മൊമെൻ്റ് ആണ് നമ്മൾ ഈ ചെയ്തത്. ഈ യുദ്ധം വന്നപ്പോൾ ഞാൻ ഒരു ചർച്ച എടുക്കുന്നതിന് മുമ്പ് ചേട്ടാ ഇതെന്തോ ഞാൻ പറഞ്ഞു ദൈവന്മാരാ പാക് അധിനിവേശ കാശ്മീരിക്ക് പിടിച്ചോണ്ട് വരും, ഇനി വീണ്ടും അധികാരത്തിലേക്കുള്ള മൈലേജ് ഇന്ധനം അടിച്ചോണ്ടിരിക്കുക ഇവിടെ. അല്ല അത് മാത്രമല്ല കേട്ടോ, ഈ യുദ്ധമൊക്കെ ചേച്ചി ഈ ലെവലിലേക്കൊക്കെ വന്നാലേ ഒരുപക്ഷെ മുസ്ലിം ലീഗ് പോലും BJP കൂടെ പോകുന്ന ഞാൻ വിചാരിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും മിണ്ടാൻ പറ്റും, എന്തെങ്കിലും എതിർത്ത് പറയാനുണ്ട്, രാജ്യവിരുദ്ധനാക്കി കളയുന്നില്ല. അതല്ല ഒരു സ്നേഹവും ഇതൊക്കെ തോന്നിയിട്ടെ അവരോട് തോന്നിയ ഒരു ആരാധന കൊണ്ട്. സ്നേഹം തോന്നിയില്ലെങ്കിൽ പോലും ഒന്നും പറയാൻ പറ്റത്തില്ല, രാജ്യവിരുദ്ധമായി പോകും. ഞാനന്നേരം ഇതിങ്ങനെ അതാണ് ഈ വൈകാരികമായിരുന്നു ആദ്യത്തെ പ്രതികരണം. അപ്പോഴാണ് ഞാനിത് ലൈവ് ഇട്ടിട്ട് ഇപ്പോൾ ഇവന്മാരുടെ ഈ കമൻസും കാര്യങ്ങളും ഈ സത്യത്തിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, അഖിലെ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് പൃഥ്വിരാജിനെ എന്തെല്ലാം ആക്ഷേപിച്ചു, അദ്ദേഹം എന്തെങ്കിലും ഒരു മറുപടി പറയാൻ വന്നോ? ഒന്നും മിണ്ടിയില്ല. അഖിൽ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾക്ക് പിന്നാലെ അഖിൽ ഓടുന്നത്? അവിടെ ആണല്ലോ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നത്. പലരും പല അഭിപ്രായങ്ങളും പറയും, 1000 പേർക്കും 1000 അഭിപ്രായം കാണും. അപ്പം ഞാൻ ചിന്തിച്ചത് ഈ ഓരോ മനുഷ്യനും വിലയുണ്ടല്ലോ, ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവൻ്റെ അഭിപ്രായത്തിനും വില കൊടുക്കണമല്ലോ, അവൻ്റെ അഭിപ്രായത്തിനും വില കൊടുക്കാം എന്ന ചിന്തയിലാണ് പലപ്പോഴും ഇതൊക്കെ വായിച്ചു നോക്കുന്നതും ഞാൻ പലർക്കും കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നതും. അതൊരു വലിയ മണ്ടത്തരമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മറ്റുള്ളവർ ചെയ്യുന്നതാണെങ്കിൽ ഇത് മൈൻഡ് ചെയ്തിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ഇവരുടെ കമൻറ്റുകളിൽ ഇവർ ഇന്ദിരാഗാന്ധിയെ ആക്ഷേപിക്കുന്നതും മോദിയെ പുകഴ്ത്തുന്നതും എന്നാൽ പുകഴ്ത്തത്തക്ക പരിപാടി ആയിരുന്നോ ഇത് ഞാൻ യുദ്ധസമയത്തും അല്ല കേട്ടോ, വെടിനിർത്തൽ വന്ന് നമ്മൾ യുദ്ധം നിർത്തി പിറ്റേ ദിവസത്തെ പോസ്റ്റാണ് ഈ പറയുന്നത്. അങ്ങനെ എഴുതി ഞാനൊരു ലൈവ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, പാകിസ്ഥാൻ നിങ്ങൾ പറയുന്ന കണക്ക് നമ്മളെ പേടിച്ചെങ്കിൽ ഒരാൾ നമ്മളെ പേടിക്കുന്നത് എപ്പോഴാണ്? നമ്മളെ അടിക്കാതിരിക്കുമ്പോഴാണ്. അടിച്ചിട്ട് തിരിച്ചടിക്കുമ്പോഴല്ല. ഒരുത്തം വന്നപ്പോൾ എൻ്റെ ചെള്ളയ്ക്ക് 2 അടി അടിച്ചു, ഞാൻ അവനെ 10 അടി അടിച്ചെന്ന് പറഞ്ഞാൽ അവനെന്നെ പേടിയൊന്നുമില്ല, അവനെന്നെ ഒന്ന് അടിച്ചെങ്കിൽ അവന് പേടിച്ചിട്ടില്ല. അതേസമയം അടിക്കണോ വേണ്ടേ നിങ്ങൾ 10 തവണ ആലോചിക്കും, പണി കിട്ടുമോ? അത് ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുക. ഇവൻ അടിക്കരുത്, ഇവൻ തുടരുത്. ഇന്ത്യൻ മണ്ണിലേക്ക് കയറി ഒരു ഭാരത പൗരൻ്റെ പുറത്ത് തൊടണമെന്ന് അവൻ 1000 പ്രാവശ്യം ചിന്തിക്കണം. തൊട്ടാൽ നമ്മൾ ഭസ്മാസുരൻ്റെ കാര്യം ഞാൻ തീർത്ത് കളയും. അത് വന്നില്ല. ഇനി പിന്നെ രണ്ടാമതൊരു ചിന്ത, കുറച്ചുകൂടെ കടന്നുള്ള ചിന്തയാണ്. ഒരു 3-4 വർഷങ്ങൾ കഴിഞ്ഞു, ട്രംപ് മാറി, പുതിയൊരു അമേരിക്കൻ പ്രസിഡന്റ് വന്നു, അമേരിക്കയുടെ പോളിസി ചേഞ്ചായി. അവർ പാകിസ്ഥാൻ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ ഇന്ത്യ ഇവർക്ക് വെള്ളം കൊടുക്കുന്നില്ല. പാകിസ്ഥാൻ ഇന്ത്യ വെള്ളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ മാനവികത പറഞ്ഞുകൊണ്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, അവൻ അതിൻ്റെ പേരും പറഞ്ഞ് ഇന്ത്യ എങ്ങാനും ആക്രമിച്ചാൽ, ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഇന്ത്യയോട് ചിലപ്പോൾ ചോദിക്കും, ഇന്ത്യയുടെ വെള്ളം കൊടുക്കാതിരിക്കുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ ശരിയായ സമീപനമല്ല. അപ്പോൾ ഇന്ത്യയെ മറ്റുള്ളവർ ഈ സമയത്ത് തള്ളിപ്പറഞ്ഞാൽ, അമേരിക്ക പ്ലേറ്റ് മാറ്റിയാൽ, ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 4 വർഷം കഴിയുമ്പോൾ ഇന്നത്തെക്കാട്ടിയും വലിയൊരു ഇന്ത്യയായിട്ട് ഇന്ത്യ മാറും. അപ്പം ഇന്ത്യയുടെ വളർച്ചയ്ക്കൊരു തുരങ്കം വെക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ മുൻനിർത്തി മറ്റുള്ളവർ ഒരു 4 വർഷത്തിന് ശേഷം ഇന്ത്യയെ ആക്രമിച്ചാൽ, അപ്പോഴും ഈ പറയുന്ന ഇതിനെക്കാട്ടും വേഴ്സായൊരു സാഹചര്യം നമുക്കുണ്ടാകും. കാര്യം ഇപ്പോൾ ഒരുപക്ഷെ ഇന്ന് നമ്മളെ സഹായിക്കാൻ വരുന്നവർ അന്ന് ചിലപ്പം എല്ലാവരും ഉണ്ടാവണമെന്നില്ല. കാര്യം കരുത്തിന് സഹായിക്കാൻ ആരും വരത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ അതൊക്കെ എൻ്റെ മനസ്സിൽ, നമ്മളിതെല്ലാം പറയുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഒരു വലിയ സുവർണാവസരമല്ലേ നമ്മൾ ഇതിന്. വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം ഞാൻ സുരേഷ് ഗോപിയോടൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹമൊക്കെ പറയുന്നത് വളരെ വ്യക്തമായ പ്ലാൻ നമുക്കുണ്ടെന്ന് തന്നെയാണ് കേട്ടോ. പ്രൈം മിനിസ്റ്റർക്ക് വളരെ വ്യക്തമായ പ്ലാനുണ്ട്. അത് രാജ്യരഹസ്യങ്ങളൊന്നും പുറത്ത് പറയരുത്. അല്ല, അദ്ദേഹത്തിന് വളരെ വ്യക്തമായ പ്ലാനുണ്ട്. അതൊക്കെ ഒന്നും നടപ്പിലാവും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എല്ലാം ശരിയാണ്. നമ്മളിപ്പോൾ എല്ലാം നമ്മോട് ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. മേ ബി നമ്മളത് വിശ്വസിക്കുന്നു. കാര്യം ഞാനും ഇപ്പം അതാണ് സുരേഷ് ഗോപി എന്നെ പിന്തുണച്ച എന്തുകൊണ്ടാണ്, ഞാനൊരു പ്യുവർ രാജ്യസ്നേഹിയാണെന്ന് സുരേഷ് ഗോപിക്ക് നല്ലോണം അറിയാം. അപ്പം ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഒരു വാക്കിനെ തെറ്റിദ്ധരിച്ച് ഒരാൾ നമ്മളെ അങ്ങനെ ആക്കി മാറ്റി. എൻ്റെ ലൈഫ് തകർന്നു പോയേക്കാവുന്നൊരു കേസല്ലേ രോഹിത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. എനിക്കിപ്പം ഭാര്യ, 2 മക്കൾ, അച്ഛന് സുഖമില്ല, ക്യാൻസറാണ്, അല്ലെങ്കിൽ ഈ നമ്മളെ പ്രതീക്ഷിച്ച് കുറച്ച് പേർ കാത്തിരിക്കുന്നു. ഇതിൽ ഞാനങ്ങ് ജയിലിൽ പോയി. എൻ്റെ കുടുംബത്തിനാണ് അൾട്ടിമേറ്റ് നഷ്ടം. പിന്നെ കുറേ ആൾക്കാർക്ക് നഷ്ടമുണ്ട്. ഞാൻ ഇന്നലകളിൽ ശബ്ദം ഉയർത്തിയപ്പോൾ എവിടേക്കോ ഇരുന്ന് ആ ശബ്ദം ഗുണം ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇന്ന് വയനാട്ടിൽ വലിയൊരു ടൗൺഷിപ്പ് ഉയരാൻ പോവുകയാണെന്ന് പറയുന്നു. മേ ബി അവർ ഇലക്ഷൻ സ്ട്രാറ്റജിക്ക് തൊട്ട് മുമ്പായിട്ട് അവരത് കൊണ്ടുവരും. കാര്യം ജനങ്ങളെ സഹായിക്കുക എന്നതിലുപരി ചെയ്യുന്ന സഹായം പൊളിറ്റിക്കലി ഗുണം ചെയ്യണമല്ലോ. അതൊക്കെ BJP നിന്ന് പഠിച്ചതാണ്. അതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഇവർ ഒരു 8-9 മാസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ വയനാടിന് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ പരിപാടിയൊക്കെ നടത്തി അത് കൊടുക്കും. പക്ഷേ അതങ്ങനെ കൊടുക്കാൻ എൻ്റെയും കൂടെ ശബ്ദം ഒരു കാരണമായിട്ടുണ്ടായിരിക്കാം. കാരണം നമ്മൾ ഉൾപ്പെടെ അന്ന് ഉയർത്തിയ ഒരു വിവാദത്തിലൂടെ ഇവരൊരു ഡിസിഷൻ എടുക്കും. അടുത്ത തവണ ഈ തെറ്റ് പറ്റാൻ പാടില്ല. ഇത് അന്ന് ഉയർത്തിയിരുന്നെങ്കിൽ ചിലപ്പം ഇന്ന് നമ്മൾ ഈ ശബ്ദം ഉയർത്തത്തില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളിലും നമ്മളെ കണക്ക് ആരെങ്കിലുമൊക്കെ ശബ്ദിക്കുന്നത് കൊണ്ട് ആർക്കൊക്കെയോ നേട്ടമില്ല. ഞാൻ ഇനി അങ്ങ് മിണ്ടാതിരുന്നല്ലോ. എനിക്ക് എന്തെങ്കിലും നഷ്ടമുള്ളതായിട്ട് രോഹിത് കാണുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അത് മതിയല്ലോ. അല്ലെങ്കിൽ വേണ്ട. ഇപ്പം നമുക്കിപ്പോൾ ഞാൻ അടുത്ത മാസം ചിലപ്പോൾ ലാസ്റ്റ് സിനിമ റിലീസാവും.
അടുത്ത് പുതിയ പടം അഭിനയിക്കുന്ന പടം ഷൂട്ട് തുടങ്ങും. ഞാൻ എൻ്റെ പേനയും പേപ്പറും എടുത്തിട്ട് വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ച് എൻ്റെ സംവിധാനം എന്ന് പറയുന്ന പരിപാടിയിലേക്ക് കടന്നാൽ 1 വർഷം എനിക്ക് വളരെ അതിൽ തന്നെ അങ്ങ് ഫോക്കസ് ചെയ്താൽ മതി. വരുമാനവും കിട്ടും, മറ്റ് പ്രശ്നങ്ങളുമില്ല. ഇനി വേറെ ബഹളങ്ങൾക്കൊന്നും വരേണ്ട കാര്യമില്ല. കാര്യം സിനിമ ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ കാര്യങ്ങളും കിട്ടും. അല്ലാതെ ഇപ്പോൾ ഡെയിലി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വനിതാ അഭിനയത്തിൽ റിവ്യൂ പറഞ്ഞാൽ പോരെ. അപ്പോൾ അത് നമ്മൾ അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും എന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടാവണമെന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത്.